ഇപ്പോഴാണ് ഞങ്ങൾ മിണ്ടൂല, വേണമെങ്കിൽ കുറച്ച് കൂവാ. പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ നിലപാട് ഇങ്ങനെയാണ്. പറയുന്നങ്ങോട്ട് കേട്ടാ മതി. വാ തുറന്ന അപ്പൊ മിണ്ടാട്ടം മുട്ടിക്കുന്ന മറുപടിയാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ ചർച്ച ചെയ്യും? നിങ്ങൾ പറ. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെയും അനുയായികളുടെയും നിലപാട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് കുറച്ച് മൈലേജ് ഉണ്ടാക്കണമെന്ന് കരുതി കുറച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അതവസാനം സ്വന്തം അടിയന്തരം നടത്തുന്നത് പോലെയായി. സർക്കാരാണെങ്കിൽ അത് കയറി അങ്ങ് സ്കോർ ചെയ്യുകയും ചെയ്തു. പിന്നെ ഒന്ന് വിവാദം ഉണ്ടാക്കാന്ന് കരുതി വന്നപ്പോഴാ KN ബാലഗോപാല് പണ്ടത്തെ KSU നേതാവ് ഒപ്പിച്ച ഒരു കള്ളത്തര ഓർമ്മിപ്പിച്ചത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ട് പോയൊരു കേസുണ്ടായി. അന്ന് വളരെയേറെ ചർച്ച ചെയ്തത് അവസാനം ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം കൊണ്ടുപോയത് കണ്ടുപിടിച്ചു വന്നപ്പോ തിരുവനന്തപുരത്തെ ഒരു KSU നേതാവായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവസാനത്തെ അടവങ്ങെടുത്തു. കൂവ. അതിനും കിട്ടി കണക്കിന്. കൂവിത്തോപ്പിക്കാനല്ല, കൂവിത്തോപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവേണ്ടതാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത് കൂവിത്തോൽപ്പിക്കാനല്ല, അത് ജനാധിപത്യവുമല്ല എന്ന് ധനമന്ത്രി വിമർശിച്ചതോടെ പ്രതിപക്ഷം അടുത്ത കലാപരിപാടികളിലേക്ക് കടന്നു. ബാനർ വെച്ച് സ്പീക്കറുടെ മുഖം മറയ്ക്കാൻ. പിന്നെ പണ്ട് കോപ്പി അടിച്ചൊരാൾ അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നോക്കിയിരിക്കുന്നതിനും കിട്ടി കണക്കിന്. പിന്നെ ഇവിടെ ഒരു വക്കീലുണ്ട് സാർ, അദ്ദേഹം താഴെ കോടതി പോയി, ഹൈക്കോടതി പോയി, അവിടെ തോറ്റു. പിന്നെ സുപ്രീം കോടതി പോയപ്പോ 10 ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേവരെയില്ല സാർ. ഇന്റർനാഷണൽ കോടതി, ആ കോടതിയിലേക്ക് അപ്പീലുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് സാർ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. പുകമറ സൃഷ്ടിച്ച് കേരളത്തിൽ എന്തൊക്കെയോ കാട്ടാൻ ശ്രമിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും കിട്ടി. എന്താ അത് കാണിക്കുന്നത്? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക. ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ കിട്ടി അവസാനം കൺട്രോൾ പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്ന് കരുതി വെളിയിലോട്ടിറങ്ങി. പക്ഷെ കലിപ്പങ്ങോട്ട് മാറാത്തത് കൊണ്ട് സ്വന്തം പ്രവർത്തകന്റെ നെഞ്ചത്തേക്കും കയറിയിട്ടുണ്ട്. ആ ഒരു പേപ്പർ തരാൻ പറയാനോട് പോലും കൊടുത്തപ്പോ എന്റെ തരണമെന്ന് പറഞ്ഞുള്ള വായി നോക്കിയാൽ അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസുകാരുടെ പ്രിയപ്പെട്ട സതീഷ് ജി. അങ്ങാടി തോറ്റതിന് എന്തൊക്കെ കാണണോ എന്തോ. ഏതായാലും ഇത്രയും ഗതികെട്ട ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷത്തെ കേരളം കണ്ടിട്ടേയില്ല.